അപ്പോൾ 2020 ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത്. സോ എന്തായാലും 6 വർഷങ്ങൾക്കിപ്പുറം പുതിയ സിലബസ് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. വനിതകൾക്കായിട്ട് വലിയ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്ന ഒരു ജോലിയാണ് CDPO എന്ന് പറയുന്നത്, അതായത് ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസർ. അപ്പോൾ CDPOയുടെ നോട്ടിഫിക്കേഷൻ ഇന്ന് വരും, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരാൻ സമയമായല്ലോ തുടങ്ങിയിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ CDPOയെ കുറിച്ച് ഒരു ഓവർവ്യൂ ആണ് ഇന്ന് നമ്മൾ തരാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞു CDPO, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വനിതകൾക്ക് ഏറ്റവും മികച്ചൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സ്ത്രീകൾക്ക് മാത്രം എഴുതാൻ കഴിയുന്ന ഒരു പരീക്ഷയാണ് CDPO എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കൊക്കെ എഴുതാം, എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുള്ളത്, ഇനി ഉടനെ തന്നെ വന്നാൽ തന്നെ എന്തൊക്കെ നിങ്ങൾ പഠിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസർ, നിങ്ങൾ ആ എക്സാമിന്റെ ഓവർവ്യൂ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ആദ്യമേ നമ്മൾ പറഞ്ഞു സ്ത്രീകൾക്ക് എഴുതാൻ കഴിയുന്ന ഒരു പോസ്റ്റാണ്, മികച്ച സാലറി സ്കെയിലുള്ള ഒരു പോസ്റ്റാണ്. നിങ്ങൾക്ക് ഒരു PG ഉണ്ടെങ്കിൽ, ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി എല്ലാ PGക്കാർക്കും അപ്ലൈ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ചില പ്രത്യേക സബ്ജക്ട്സിലുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രി മാത്രമാണ് CDPO എക്സാമിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അത് മനസ്സിലാക്കുക. PG ഉണ്ടെങ്കിൽ നമുക്ക് ലേഡീസിന്, വനിതകൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ആണ് ഈ CDPO എന്ന് പറയുന്നത്. നല്ലൊരു അവസരമാണ്. നിങ്ങൾക്ക് കുറെ കൂടെ വൈബ്രന്റ് ആയിട്ട് സാമൂഹിക ക്ഷേമം അങ്ങനെയുള്ള മേഖലകളിലൊക്കെ ജോലി ചെയ്യാൻ തൽപരരായിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഇത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതിന്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനറൽ ആയിട്ടുള്ളൊരു നോട്ടിഫിക്കേഷൻ വരുന്നത് 2020 പക്ഷേ 2022 ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനും ഇതിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ICDS സൂപ്പർവൈസറിനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ICDS എഴുതിയവരുണ്ട്, റാങ്ക് ലിസ്റ്റിൽ വന്നവരുണ്ട്. അപ്പോൾ ICDSന്റെ സിലബസിലൊക്കെ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മാറ്റം അടുത്ത CDPO നോട്ടിഫിക്കേഷൻ വരുമ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് കഴിഞ്ഞ ICDSന്റെ സിലബസ് മാറിയത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അഡീഷൻസ് വന്നതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന CDPOയുടെ സിലബസിലും ചില മാറ്റങ്ങൾ, പ്രത്യേകിച്ചും സൈക്കോളജി പോർഷൻസ്, ഇപ്പോൾ ICDSന്റെ ലാസ്റ്റ് മാറിയ സിലബസിൽ വന്ന സൈക്കോളജി പോർഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് അടുത്ത CDPOയിലും ആവർത്തിക്കപ്പെടാൻ സാധ്യതയുണ്ട്. സോ നിങ്ങൾ പഠനം തുടങ്ങുമ്പോൾ അവിടെ നിന്നൊക്കെ വേണം തുടങ്ങാനെന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് 6 വർഷങ്ങൾക്ക് മുമ്പാണ്, 2020 പിന്നീട് 2022 ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ കൂടി വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ജനറൽ വന്നത് 6 വർഷം മുമ്പാണ്. അതനുസരിച്ച് എക്സാം നടത്തി, റാങ്ക് ലിസ്റ്റ് വന്ന്, അതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ എന്തായാലും കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ്. സോ 2026 തന്നെ ആ നോട്ടിഫിക്കേഷൻ നമുക്ക് ഉണ്ടാകും. അപ്പൊ ഇതിന്റെ യോഗ്യത ഞാൻ പറഞ്ഞു നേരത്തെ, PG ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാ PGക്കാർക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമോ? പറ്റത്തില്ല. നിങ്ങൾക്ക് MSW ഉണ്ടെങ്കിൽ, മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് പാസ്സായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ഹോം സയൻസിലോ സോഷ്യോളജിയിലോ സൈക്കോളജിയിലോ മാസ്റ്റേഴ്സ് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന CDPO എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഹോം സയൻസും സോഷ്യോളജിയും, ഇപ്പോൾ MSW ഒക്കെ പഠിച്ച ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ വർക്കുമായിട്ട് അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യാൻ വളരെയധികം താല്പര്യമുള്ളവരായിരിക്കും. അപ്പോൾ അവരൊക്കെ നല്ല രീതിയിൽ ഒന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഗ്രൗണ്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്കോർ ചെയ്ത് പാസ്സായി പോകാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ഇത് എന്ന് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു സ്ഫിയറിലേക്ക് തന്നെ നിങ്ങൾക്ക് ജോലി സാധ്യത ഉറപ്പുവരുത്താൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. ഇനി നിങ്ങൾ ഹോം സയൻസിലോ സൈക്കോളജിയിലോ സോഷ്യോളജിയിലോ MSW ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ, ഈ പറയുന്ന മാസ്റ്റേഴ്സ് ഒന്നും ഇല്ലാത്തവരാണെങ്കിലും ഒരു എക്സംഷൻ കൂടി PSC നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. നിങ്ങൾ PG ഡിപ്ലോമ ഇൻ സോഷ്യൽ വർക്ക്, ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്ന് PG ഡിപ്ലോമ ഇൻ സോഷ്യൽ വർക്ക് കരസ്ഥമാക്കിയിട്ടുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ CDPO എന്ന് പറയുന്ന എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒന്നെങ്കിൽ MSW, അല്ലെങ്കിൽ സൈക്കോളജി, സോഷ്യോളജി, ഹോം സയൻസ് എന്നിവയിലുള്ള മാസ്റ്റേഴ്സ്, അല്ലെങ്കിൽ PG ഡിപ്ലോമ ഇൻ സോഷ്യൽ വർക്ക്. ഇതൊക്കെയാണ് ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഡിഗ്രിയും PGയും ഒക്കെ ഉള്ളവർക്ക്, PG ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷൻ, ലേഡീസിന് പ്രത്യേകിച്ച് എടുത്തു വരണം, വനിതകൾക്ക് മികച്ച ഒരു ഓപ്ഷൻ തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ 2022 ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ 2022 വന്ന നോട്ടിഫിക്കേഷന്റെ ഒരു ഭാഗമാണിത്. ഞാനിത് എടുത്തതിന്റെ ഉദ്ദേശം തന്നെ ഇതിന്റെ ഒരു സാലറി സ്കെയിൽ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, 50,200 രൂപ മുതൽ 1,05,300 രൂപ വരെയാണ് CDPOയുടെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത്. നോക്കിക്കേ, ഏകദേശം 1,00,000 രൂപയ്ക്ക് അപ്പുറം നിങ്ങൾക്ക് സാലറി കിട്ടുന്ന ഒരു പോസ്റ്റാണ്. അപ്പം
നമുക്ക് അത്രയും വിദ്യാഭ്യാസ യോഗ്യത അവകാശപ്പെടുന്ന ഒരു പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് നല്ലൊരു പാക്കേജും ഈ ഒരു ജോലിക്ക് കിട്ടുന്നുണ്ട്. നോക്കിക്കേ, 50,200 രൂപ ബേസിക് പേ ആണ്. 50,200 എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പ്രൊമോഷൻ ഒക്കെ കിട്ടി നിങ്ങൾ അതേ ജോലിയിൽ തുടർന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോയി കഴിയുമ്പോൾ 1,05,300 രൂപ വരെ ആ സാലറി സ്കെയില് ചേഞ്ച് ചെയ്യപ്പെടുന്നു എന്ന് പറയാം. അപ്പൊ നല്ലൊരു പാക്കേജ് ആണ് ഇത്. 2022 വന്ന സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ ആണ്. അന്ന് 3 ഒഴിവുകളിലേക്ക് വേണ്ടിയിട്ടാണ് ഈ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തിയത്. ജനറൽ റിക്രൂട്ട്മെന്റ് 2020 ഇതിനു മുമ്പ് വന്നത്. അത് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ആളുകൾക്ക് കൊടുക്കുന്നതാണ്. നമ്മൾ പറഞ്ഞു ഇത് ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസർ എന്നാണ് ഇതിന്റെ ആ ഒരു എക്സാമിന്റെ പേര് അല്ലെങ്കിൽ ഒരു പോസ്റ്റിന്റെ പേര്. നിങ്ങൾക്ക് കിട്ടുന്നത് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്, സ്ത്രീ ശിശു സംരക്ഷണ ആ ഒരു കോർപ്പറേഷനിലായിരിക്കും, അല്ലെങ്കിൽ അവരുടെ സ്ത്രീ ശിശു വികസന കോർപ്പറേഷനിലായിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് എന്ന് പറയുന്നത്. പിന്നെ വിമൻ ഒള്ളിയാണ് കേട്ടോ, വിമൻ കാൻഡിഡേറ്റ്സിന് മാത്രമാണ്. ഇതിപ്പോ 2022 വന്ന സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് SC/ST കാറ്റഗറിക്ക് വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അവരെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് വിമൻ കാൻഡിഡേറ്റ്സ് ഒള്ളിയാണ്, സ്ത്രീകൾക്ക് മാത്രം എഴുതാൻ കഴിയുന്ന ഒരു പോസ്റ്റാണ് CDPO എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ഇനിയിപ്പോൾ എക്സാം എന്തായാലും ഈ ഒരു 2026 ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ഉണ്ടാകും. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ എന്തായാലും അതിന് മുമ്പ് തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങണം അല്ലേ. എന്തായാലും വരും എന്നറിയാം. സോ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എക്സാമും അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഉണ്ടാകും. സോ നമുക്ക് പെട്ടെന്ന് പഠിച്ചു തുടങ്ങണം. വലിയ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു സിലബസ് നമുക്കുണ്ട് എന്നറിയാം. സോ എന്തൊക്കെ നിങ്ങൾ CDPOയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കണം, സിലബസിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. 100 മാർക്കിൻ്റെ സിലബസ് തന്നെയാണ്. ഇവിടെ പ്രധാനമായിട്ടും 4 ടോപ്പിക്കുകളാണ് നമുക്ക്, അല്ലെങ്കിൽ 4 സബ്ജക്ട്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഒന്ന്, നിങ്ങൾ സോഷ്യോളജി പഠിക്കണം, പിന്നെ സോഷ്യൽ വർക്ക് പഠിക്കണം, സൈക്കോളജി പഠിക്കണം, ഹോം സയൻസ് പഠിക്കണം. ഈ 4 സബ്ജക്ട്സ് ആയിരിക്കും നിങ്ങളുടെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോഷ്യോളജി 25 മാർക്കിനാണ്, സോഷ്യൽ വർക്കും 25 മാർക്കിനാണ്, സൈക്കോളജി 25 മാർക്കിനാണ്, ഹോം സയൻസും 25 മാർക്കിനാണ്. അപ്പോൾ 4 സബ്ജക്ട്സ് ആണ്. 4 സബ്ജക്ട്സിൽ നിന്നും 25 മാർക്ക് വീതമുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള പഴയ സിലബസ് അനുസരിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. CDPOന്റെ സിലബസിൽ ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട് എന്ന് എന്തായാലും പറയുന്നുണ്ട്. അപ്പോൾ 2020 ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നു. സോ എന്തായാലും 6 വർഷങ്ങൾക്കിപ്പുറം പുതിയ സിലബസ് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ എന്തൊക്കെ അപ്ഡേഷൻസ് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ICDSന്റെ കഴിഞ്ഞ എക്സാം ഉണ്ടല്ലോ, ആ കഴിഞ്ഞ എക്സാം നടത്തിയ സമയത്ത് ICDSന്റെ സിലബസിൽ സൈക്കോളജി പോർഷൻസിലൊക്കെ കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ടായി. അപ്പോൾ ആ ചേഞ്ചസ് ഒക്കെ തന്നെയും എവിടെയും നമുക്ക് പ്രതീക്ഷിക്കാം, നമുക്ക് CDPOയുടെ സിലബസിൽ പ്രതീക്ഷിക്കാം. സോ സൈക്കോളജി ഒക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ എക്സിസ്റ്റിംഗ് സിലബസിന്റെ കൂടെ ICDSന്റെ സിലബസിൽ വന്ന ആ അഡീഷൻസിനെയും കൂടെ നിങ്ങൾ ഇവിടേക്ക് ടേക്ക് ഓവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ സിലബസിൽ ബാക്കിയുള്ള ചേഞ്ചസും വരും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ സൈക്കോളജിയുടെ 25 മാർക്സിൽ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കൊള്ളുക. അത് ICDSന്റെ സിലബസിനെയും കൂടി ആധാരമാക്കിക്കൊണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ബാക്കി ഹോം സയൻസും സോഷ്യോളജിയും സോഷ്യൽ വർക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സിലബസിൽ വരുന്നത്. എങ്ങനെ വന്നാലും നിങ്ങൾക്ക് ICDS സൂപ്പർവൈസറിന്റെ സിലബസിനെ ഒരു ഒരു ഉപാധിയായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മോഡലായിട്ട്, ഒരു റെഫറൻസ് ആയിട്ട് വെക്കാം. ഏത് എക്സ്റ്റെൻഡ് വരെ ഇതിന്റെ സിലബസിൽ മാറ്റം ഉണ്ടാകുമെന്ന് അതിനെ വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇപ്പോൾ സിലബസിനെ കുറിച്ചൊക്കെയുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. ഇനിയിപ്പോൾ എക്സാം വരുന്നതിന് മുമ്പ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു തുടങ്ങണമെങ്കിൽ സിലബസിൽ വരാൻ ഉദ്ദേശിക്കുന്ന ചേഞ്ചസിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു ധാരണ കിട്ടണം. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ, അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. കൃത്യമായിട്ട് ഓൾ നോട്ടിഫിക്കേഷൻസ് എന്നുള്ളത് എനേബിൾ ചെയ്ത് വെക്കണം. എന്നാലേ കൃത്യമായിട്ട് അപ്ഡേറ്റ്സ് നിങ്ങളുടെ കയ്യിൽ എത്തുള്ളൂ. ഇപ്പോൾ CDPO ആണെങ്കിലും അടുത്ത ICDS ആണെങ്കിലും അങ്ങനെയുള്ള ധാരാളം മറ്റ് ടീച്ചിങ് എക്സാംസ് ആണെങ്കിലും ഒക്കെ അപ്ഡേഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടുതൽ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്